ഫയർഫോഴ്സിനെ കബളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കണ്ണമൂല സ്വദേശി രതീഷിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. മാനവീയം വീതിയിലെ മരത്തിൽ ബൈക്കിന്റെ താക്കോൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് 20-ാം തീയതി അർദ്ധരാത്രിയാണ് സംഭവം. താക്കോൽ കണ്ടെത്താൻ മരത്തിൽ പിടിച്ചുകുലുക്കിയ ഫയർഫോഴ്സിനെ കണ്ട യുവാവ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് അഗ്നിശമന സേന പറഞ്ഞു. മിഡ്നൈറ്റോട് കൂടിയാണ് നമുക്ക് ഒരു കോള് കിട്ടുന്നത്, ഇങ്ങനെ താക്കോൽക്കൂട്ടം കളഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഓൺ ദി സ്പോട്ട് നമ്മൾ ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തിരിച്ച് വിളിച്ച് അത് കൺഫേം ചെയ്യും. കൺഫേം ചെയ്തപ്പോൾ പോലും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അവിടെ എത്തുകയുണ്ടായി. നമ്മൾ എമർജൻസി സെന്റർ എന്നുള്ള വലിയ വണ്ടി കൊണ്ടാണ് പോയത്. അവിടെ എത്തി അപ്പോഴാണ് നമ്മൾ കബളിപ്പിക്കപ്പെട്ടവരും നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം മദ്യലഹരിയിലായിരുന്നു. ആ താക്കോൽക്കൂട്ടം ആക്ച്വലി കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഐടിയുടെ മുകളിൽ കയറി അവിടുന്ന് ടോർച്ച് അടിച്ച് കാര്യങ്ങളൊക്കെ നോക്കി കുലുക്കി നോക്കി. പക്ഷെ അത്തരത്തിൽ സംഭവങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മളത് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഇനിയിപ്പോൾ നിലവിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് എത്തണം. കാര്യം ഫയർഫോഴ്സ് ഒരു അടിയന്തര സേനയാണ്. അവരെ കബളിപ്പിക്കുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാൻ, ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ ഫയർഫോഴ്സ് ഒരു അടിയന്തര സേനയാണ്. ഏതൊരു അപകട സാഹചര്യത്തിലും മുന്നിൽ ഓടിയെത്തുന്ന വിഭാഗമാണ് ഫയർഫോഴ്സ്. അവരാണ് ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടത്. എന്തായിരുന്നു സംഭവം? തീർത്തും ഇതൊരു മാതൃകാപരമായ നടപടി തന്നെയാണ് ഈ അറസ്റ്റിന്റെ കാര്യത്തിൽ, സംശയമില്ല. ഒന്ന് വിശദീകരിക്കാമോ എന്താണ് സംഭവിച്ചതെന്നത്? ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീഥിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്തായാണ്. എനിക്ക് തൊട്ട് പിന്നിൽ കാണുന്നതാണ് ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് CCTV ക്യാമറകളുടെ കൃത്യമായ നിരീക്ഷണം ഇല്ലാത്ത ഈ മാനവീയം വീഥിയുടെ ഒരു വശമാണ്. കാരണം ഇവിടെ മരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്ത്. ഇവിടെ നിന്ന് ആൽത്തറ ജംഗ്ഷനിലേക്ക് തിരിയുന്ന ഭാഗമാണ്. കഴിഞ്ഞ 20-ാം തീയതി രാത്രി 11:45 ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവിന്റെ കോൾ എത്തുന്നത്. ആ കോളിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ താക്കോൽ കയ്യിൽ നിന്ന് മുകളിലേക്കിട്ട് എറിഞ്ഞ് കളിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി എന്റെ ബൈക്കിന്റെ താക്കോൽ മരത്തിന് മുകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. എനിക്ക് വീട്ടിൽ പോകാൻ മറ്റു നിവൃത്തിയില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഈ താക്കോൽ ഒന്ന് എടുത്തു തരാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഫോൺ കോൾ. സാധാരണ ഇത്തരം സന്ദേശങ്ങൾ വരുമ്പോൾ അവരത് വെരിഫൈ ചെയ്യും. അങ്ങനെ അത് റീകൺഫേം ചെയ്ത് ശരിയാണ്, ഇയാൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, വിളിച്ചത് തന്നെയാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അഗ്നിശമന സേന അവരുടെ എല്ലാ സജ്ജീകരണങ്ങളുമായി 20-ാം തീയതി അർദ്ധരാത്രി, അതായത് മെലിഞ്ഞ അർദ്ധരാത്രി ഇവിടേക്ക് ഓടിയെത്തുന്നു. എന്നിട്ട് ഈ വൃക്ഷത്തിന്റെ, അതായത് ഈ വലിയ വൃക്ഷം ഇവിടെ നിന്ന് കാണാം, ആൽത്തറ ജംഗ്ഷനിലാണ് മാനവീയ വീതിയിൽ നിന്ന് തിരിയുന്ന വഴിക്ക്. ഇവിടെ നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മരത്തിന് മുകളിലേക്ക്, അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ആൽത്തറ ജംഗ്ഷനിലുള്ള ഈ വലിയ മരത്തിന് മുകളിലെ ശിഖരങ്ങൾ അത് ലൈറ്റ് അടിച്ചു നോക്കി. ഈ മരം അവരാലാവുന്നത് പോലെയൊക്കെ കുലുക്കി നോക്കി. എവിടെയാണ് വീണിരിക്കുന്നത്, താക്കോൽ എവിടെയാണ് കുടുങ്ങിയിരിക്കുന്നത് അറിയാൻ ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന ഈ മരത്തിന് ചുറ്റും നടത്തി. ആ സമയത്ത് ഒരു യുവാവ് സമീപത്ത് നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ താക്കോൽ എവിടെയാണ് പോയിരിക്കുന്നത്? അപ്പോൾ അയാൾ പെട്ടെന്ന് മരത്തിലല്ല താഴേക്ക് വീണെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ ഈ പരിസരം മുഴുവൻ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു താക്കോൽ കൂട്ടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പൊടുന്നതിന് തന്നെ അവർക്ക് ഇത് ഒരു വ്യാജ സന്ദേശമാണ്, തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യം ബോധ്യമാകുന്നു. തുടർന്ന് മ്യൂസിയം പോലീസിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ വിവരം അറിയിക്കുന്നു. അവരിവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഫയർഫോഴ്സിനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് കണ്ണമൂല സ്വദേശിയായ രതീഷ് എന്ന യുവാവ് ഇത്തരത്തിൽ ഒരു വ്യാജ സന്ദേശം ഫയർഫോഴ്സ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 118B വകുപ്പ് ചുമത്തിക്കൊണ്ട് രതീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത്, അതായത് അവശ്യ സർവീസായ അവശ്യ സേവനമായ ഫയർഫോഴ്സിന്റെ കബളിപ്പിക്കുന്ന തരത്തിൽ സന്ദേശം കൈമാറിയെന്ന വകുപ്പ് ചുമത്തിയാണ് കുറ്റകൃത്യം ചുമത്തിയാണ് കൃത്യമായി ഇയാൾക്കെതിരെ ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. ജാമ്യം ലഭിക്കുന്ന വകുപ്പ് തന്നെയാണ്, പക്ഷേ പെനാൽറ്റി ഒഫൻസ് ആണ്. എന്തായാലും ഇയാൾക്ക് ജാമ്യം ലഭിച്ച ഇയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫയർഫോഴ്സ് ഇതിനെ വലിയ തരത്തിൽ, അതായത് ഒരു വ്യാപകമായ പ്രചാരണത്തിന് ഒരുങ്ങുകയാണ്. ഈ അടിയന്തര സാഹചര്യങ്ങളിലേക്ക്
മൂവ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്തരം സന്ദേശങ്ങൾ, അനാവശ്യമായ ഫോൺ കോളുകൾ, കബളിപ്പിക്കപ്പെടുന്ന ഫോൺ കോളുകൾ എത്തുമ്പോൾ അത് അവശ്യ സേവനങ്ങൾക്ക് അല്ലെങ്കിൽ അടിയന്തര സേവനങ്ങൾക്ക് പുറപ്പെടാൻ സജ്ജരായി നിൽക്കുന്ന അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഇത്തരം നീക്കങ്ങൾ മാറുന്നു എന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അതിനെ ഗൌരവത്തോടെ കണ്ടുകൊണ്ട് സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഈ മരത്തിന്റെ മുകളിൽ എങ്ങനെ താക്കോൽ കുടുങ്ങുക എന്നത്. അപ്പോൾ അതിന് ഈ യുവാവ് എന്ത് കാരണം പറഞ്ഞാണ് ഫയർഫോഴ്സിനെ വിശ്വസിപ്പിച്ചത്? അത് അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഡാനിന്? അത് തന്നെയാണ് ഞാൻ ആദ്യം വ്യക്തമാക്കിയത്. അതായത് ഇവിടെ നിന്ന് അയാൾ ഈ താക്കോൽ കൂട്ടം കൈവെള്ളയിലിട്ടിങ്ങനെ താഴേക്ക് മുകളിലേക്ക് പൊക്കി എറിഞ്ഞ് കളിക്കുകയായിരുന്നു. അങ്ങനെ കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ താക്കോൽ കൂട്ടം ഈ ശിഖരത്തിന് മുകളിൽ കുടുങ്ങുകയായിരുന്നു എന്നാണ് ഈ യുവാവ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് വളരെ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ നിസ്സഹായനായി പറയുന്നത് പോലെയാണ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്. അവർ ഈ നിൽക്കുന്ന സ്ഥലമടക്കം ഐഡന്റിഫൈ ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ മരമുണ്ട്, അതെല്ലാം ഉദ്യോഗസ്ഥർ പരിചിതരാണ് ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ അത് കൺഫേം ചെയ്ത പശ്ചാത്തലത്തിലാണ് അവർ ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ അവർ അവരുടെ സംവിധാനങ്ങളുമായി എത്തിയാണ് ഈ താഴെ നിന്ന് ഈ മരത്തിന് മുകളിൽ, നമുക്കറിയാം ഇതിന്റെ ശിഖരങ്ങളൊക്കെ, അവിടെ ഈ നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ടോർച്ചുകൾ, വലിയ ബ്രൈറ്റ് ലൈറ്റുകൾ അടിച്ച് ഇവിടെ മുഴുവൻ പരിശോധിക്കുന്നു. അതോടൊപ്പം ഈ ശിഖരങ്ങളൊക്കെ ആ സജ്ജീകരണങ്ങൾ വെച്ച് കുലുക്കുകയും ചെയ്യുന്നുണ്ട് ഈ താക്കോൽ വീഴുന്നതിന് വേണ്ടി, താഴോട്ട് വീഴുന്നതിന് വേണ്ടി. അങ്ങനെ അത് വീഴാതിരുന്ന സമയത്താണ് മാറി നിന്ന് ഈ യുവാവ് ഇവിടെ വന്ന് ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പൊടുന്നനെയാണ് ഇയാളെ ചോദ്യം. അങ്ങനെ അപ്പോൾ മരത്തിന് മുകളിലല്ല, താഴേക്ക് വീണു പോയിട്ടുണ്ടാവും എന്ന് യുവാവ് തന്നെ പറയുന്നു. അങ്ങനെ താഴെയും വിശദമായ പരിശോധന നടക്കുന്നു. അപ്പോഴും താക്കോൽ കൂട്ടം കണ്ടെത്താൻ കഴിയുന്നില്ല. തുടർന്നാണ് മ്യൂസിയം പോലീസിന്റെ 8 പോസ്റ്റിൽ മ്യൂസിയം പോലീസിലെ ഉദ്യോഗസ്ഥരാണ് ഇരിക്കാറ്. അവർ കൂടി ഈ സ്ഥലത്തേക്ക് എത്തുന്നു. തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പോഴാണ് ഫയർഫോഴ്സിനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഫോൺ കോൾ നൽകിയത് അല്ലെങ്കിൽ ഫോൺ കോൾ ചെയ്തത് എന്ന വിവരം ഈ രതീഷ് എന്ന യുവാവ് പോലീസിനോട് വ്യക്തമാക്കിയത്. എന്താ, ഇയാൾക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നേരത്തെ അടിപിടി കേസ്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികമായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ഇയാൾ പതിവാക്കിയിട്ടുള്ളതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തീർച്ചയായും അത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണ് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനെ മാറി നിന്ന് ചിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികാരോഗ്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണോ? അത്തരത്തിലൊരു അന്വേഷണം പോലീസ് നടത്തിയിരുന്നോ ഡാൻ? അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അയാൾ ആരോഗ്യവാനായ ഒരു യുവാവ് തന്നെയാണ് എന്നാണ് കണ്ടെത്തൽ. കാരണം മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ അല്ല അയാൾ അഗ്നിശമന സേന ഓഫീസിൽ വിളിച്ച് ഈ കാര്യം ധരിപ്പിച്ചത്. വളരെ വിശ്വസിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് അവർ ആ സജ്ജീകരണങ്ങളുമായി ഓടി ഇവിടേക്ക് ഈ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അയാൾ കൃത്യമായി അങ്ങനെ മാനസിക വൈകല്യമുള്ളയാളോ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളയാളായിട്ടൊന്നും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരാഴ്ച മുമ്പ് സമാനമായ രീതിയിൽ 112 എന്ന എമർജൻസി നമ്പറിലേക്ക് ഫോണിൽ വിളിച്ച് മാനവീയ വീതിയിൽ സംഘർഷം നടക്കുകയാണ് എന്ന് വിവരം കൈമാറി. അതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടേക്ക് പോലീസ് സംഘം ഇരച്ചെത്തി പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഒരാഴ്ച മുമ്പാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും വിശദമായി തന്നെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഫയർഫോഴ്സിനെ കബളിപ്പിക്കുന്ന തരത്തിൽ യുവാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഫോൺ കോൾ, അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക് പിന്നീടുണ്ടായ ബുദ്ധിമുട്ടുകളുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളെ ഈ വിഷയം സംബന്ധിച്ച ബോധമുള്ളവരാക്കുന്നതിന് വേണ്ടി ഇതിനെ ഗൌരവമായി എടുത്തുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ഈ 118B വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഭവ്യ, തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതൊരു പാഠമാണ്. കളിപ്പിക്കാനുള്ള സർവീസ് അല്ല സർക്കാരിന്റെ അടിയന്തര സേവനങ്ങൾ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു സംഭവം നടത്തുന്നത്. എന്തായാലും അയാൾക്കെതിരെ കേസെടുത്തത് കൃത്യമായി മാതൃകാപരമായ നടപടി തന്നെയാണ്. ഇന്നലെയും ഇതേപോലെ തന്നെ ആമയിഴഞ്ചാൻ തോട്ടിലൊരു യുവാവ് ചാടുകയും തന്റെ ഡെഡ് ബോഡി എടുക്കാൻ മാത്രം ആളുകൾ ഇതിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആമയിഴഞ്ചാൻ തോട്ടിൽ ചാടിയത്. പക്ഷേ അദ്ദേഹത്തെ ഫയർഫോഴ്സ് രക്ഷിച്ചതിന് ശേഷം താൻ വെറുതെ ചാടിയതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതും കൂടി ഇതിന് കൂട്ടി വായിക്കേണ്ട ഒരു സംഭവമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ചെയ്തികൾ നടത്തുന്ന ആളുകൾക്കെതിരെ കൃത്യമായ മാതൃകാപരമായ ശിക്ഷ അത് അനിവാര്യമാണ്. വളരെ നന്ദി ഡാൻ കുര്യൻ വിശദമായ വിവരങ്ങൾക്ക്.